അതായത് സലീം കുമാറിന് സ്മാരകം ഉണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ തവണത്തെ ബഡ്ജറ്റിലുണ്ട്. നല്ല കാര്യം, സലീമിനെ പോലെയുള്ള ഒരാൾക്ക് ഇവിടെ സ്മാരകം ഉണ്ടാകേണ്ടത് തന്നെയാണെന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരുപാട് പേര് അതുപോലുള്ളവരുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഖ്യാതനായിട്ടുള്ള ഗായകൻ ജയചന്ദ്രന്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടായിട്ടില്ല തൃശ്ശൂർ. ജോൺസന്റെ പേരിൽ അക്കാദമി വരുമ്പോൾ തന്നെ മ്യൂസിക് അക്കാദമി വരുമ്പോൾ തന്നെ ജയേട്ടനെ തഴയുന്നു. ഇങ്ങനെ ഇപ്പോൾ മലയാള സിനിമയുടെ ആക്ടേഴ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ നെടുമുടി വേണു, ശ്രീനിവാസൻ, അങ്ങനെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, തിലകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, വി ജെ ആന്റണിക്ക് പോലും സ്മാരകമില്ല എന്നുള്ളതാണ്. അപ്പം എനിക്കതിനുള്ള ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ സ്മാരകങ്ങൾ ഉണ്ടാക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി ഭാവി തലമുറയ്ക്ക് അതുകൊണ്ട് എന്ത് ഗുണം എന്നുള്ള ഒരു പ്രതിമ ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ഗുണം എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ സാംസ്കാരിക സമുച്ചയങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. ഓരോ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് എന്താണ് അതിന്റെ പ്രവർത്തനം എന്ന് അറിയില്ല. അതിനെക്കുറിച്ച് ബഡ്ജറ്റിലൊന്നും പറഞ്ഞു കേട്ടില്ല. അത് തുടരുന്നുണ്ടോ അതോ നിർത്തിവെക്കുകയാണോ? ഇപ്പോൾ 2-3 ജില്ലകളിൽ മാത്രമേ അത് പൂർണ്ണമായിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതങ്ങനെ നിന്നുപോയെന്നറിയില്ല. ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന കാലത്ത് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ അടുത്ത് ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പല പ്രദേശങ്ങളിൽ അന്ന് ഈ കലാഭവൻ മണിയുടെ സ്മാരകം ചാലക്കുടിയിൽ ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ചിറയൻകീഴിൽ പ്രേം നസീറിനെ കുറിച്ചുള്ള സ്മാരകം ഉണ്ടാക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ ഒരു ആശയമാണ്. അന്ന് അതൊരു പ്രൊപ്പോസലായിട്ട് തന്നെ കൊടുത്തതാണ്. ഇങ്ങനെ വെക്കാതെ ഈ എല്ലാ കലാകാരന്മാരും, പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിലെ കലാകാരന്മാരെ എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് സ്മാരകം ഉണ്ടാക്കുകയാണെങ്കിൽ രീതിയിൽ ഇപ്പോൾ തുഞ്ചൻ പറമ്പിൽ നമുക്ക് കാണാം ഒരുപാട് സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ നമുക്ക് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ വിർച്വലായിട്ടുള്ള ഇതൊക്കെ നമുക്ക് പുതിയ കാലത്ത് കുട്ടികൾക്കൊക്കെ അത് കാണാനായിരിക്കും താല്പര്യം. വിർച്വലായിട്ട് അവരെ കുറിച്ചുള്ള സ്മാരകങ്ങൾ ഉണ്ടാവും. അത് ഒരു സ്ഥലത്ത് തന്നെയാണെങ്കിലോ, ഇപ്പം ഞാനന്ന് പ്രപ്പോസൽ വെച്ച് ചിത്രാഞ്ജലി പോലുള്ള സ്ഥലം സർക്കാരിന്റെ കീഴിൽ സ്ഥലമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അറിയാം, ഇപ്പോൾ ജെ.സി. ഡാനിയലിന്റെ പേരിൽ ഇവിടെ ചലച്ചിത്ര ഇത് ഉണ്ടാവുന്നു. അത് വലിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു വേദിയിൽ തന്നെ, അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ വേണമെങ്കിൽ എല്ലാവരുടെയും സ്മാരകം ഉണ്ടാക്കാം. ഇപ്പോൾ പറയുന്ന എല്ലാ കലാകാരന്മാരും, ഇപ്പോൾ സംവിധായകരുടെ ഉണ്ടാകണം. ഇപ്പോൾ മഹാന്മാരായിട്ടുള്ള സംവിധായകർ ഒരുപാട് പേര് ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്. രാമുകാരിന്റെ പേരിൽ ഒരു സ്മാരകമില്ല, ഒരു പ്രതിമ പോലും ഇല്ല. അതുപോലെ തന്നെ സേതുമാധവൻ, പി എൻ മേനോൻ, അങ്ങനെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അഭിനേതാക്കളോടൊപ്പം തന്നെ ഇപ്പോൾ വയലാറിന്റെ പേരിൽ ഒരു പ്രതിമയുണ്ട്. അല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് സ്ഥലത്ത് ഈ പ്രതിമകൾ തന്നെ കാണാം. ഒരുപാട് കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും രാഷ്ട്രീയക്കാരുടെ പ്രതിമകൾ ഒരുമിച്ച് വെക്കുന്നത്. അപ്പോൾ പ്രതിമകൾ തന്നെ വേണമെന്നില്ലല്ലോ. പല രീതിയിൽ ഒരു സ്ഥലത്താണെങ്കിൽ അത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറും. ഒരുപാട് പേര് ടൂറിസ്റ്റുകൾ അതിനെ അട്രാക്ട് ചെയ്യും. കാരണം മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണല്ലോ, അവരുടെയൊക്കെ ഓർമ്മകളാണല്ലോ. ആ ഓർമ്മകൾ ദൃശ്യത്തിലൂടെയും ഇപ്പോൾ വിർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ തന്നെ കാണിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ തവണ സിനിമ കോൺക്ലേവിലും അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ഈ ആശയം അവതരിപ്പിച്ചതാണ്. പക്ഷെ അത് എങ്ങും എത്തിയില്ല. പുതിയ സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു പരാതിയും വരില്ല. അവരുടെ സ്മാരകം ഉണ്ടാക്കിയില്ല, ഇവരുടെ സ്മാരകം ഉണ്ടാക്കിയില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. അത് ഒരു സ്ഥലത്തേക്ക് ആക്കുകയാണ്. ഇത് സാഹിത്യകാരന്മാരുടെ കാര്യത്തിലൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് വരെയുള്ള സ്ഥലത്ത് ഭക്ഷക നഗരി എന്നുള്ള രീതിയിൽ കോഴിക്കോട് അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അത്തരമൊരു ബൃഹത് പദ്ധതിയാണെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് അതൊരു ഗുണമാകും. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇതൊക്കെ മാറും എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടി പറയാനുള്ളത്. അല്ല, അതൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കണം. പ്രത്യേകിച്ച് സിനിമ വ്യവസായമാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, നല്ലത് തന്നെയാണ്, യാതൊരു സംശയമില്ല.